ഹായ്, അപ്പോൾ ഈ പൂ എങ്ങനെയുണ്ട്? എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. ഞാൻ കാണിച്ചു കൊടുത്ത എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പം ആദ്യം സ്റ്റെം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ക്രാഫ്റ്റിംഗ് വയർ പകുതിയായിട്ട് ഞാൻ ഇങ്ങനെ മടക്കി പിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പെറ്റൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രാഫ്റ്റിംഗ് വയറല്ല, പൈപ്പ് ക്ലീനർ ഈ കാണിക്കുന്ന പോലെ ഈ ലെങ്ത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചൊന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് ഓരോ പെറ്റൽസും വൃത്തിക്ക് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ട്വിസ്റ്റ് ചെയ്തില്ലെങ്കിൽ പണി വരും, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഓരോന്നും ട്വിസ്റ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ആദ്യത്തെയും അവസാനത്തെയും നീണ്ടു നിൽക്കുന്ന ഭാഗം ഒന്ന് അടുപ്പിച്ച് ട്വിസ്റ്റ് ചെയ്യണം. ദാ ഇവിടെയാണ് പണി കിട്ടിയത്, കണ്ടോ? ഇതാണ് സംഭവം. മര്യാദയ്ക്ക് ട്വിസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇതിങ്ങനെ വിട്ടു പോവും. അപ്പം അങ്ങനെ ഇരട്ടിപ്പണി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആദ്യം തന്നെ വൃത്തിക്ക് അങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ചൊന്നാക്കുക. എന്നിട്ട് ഈ കാണിക്കുന്നവരൊന്ന് പ്രസ് ചെയ്യുക. അപ്പം മറ്റേ കാളിവർദ്ധനത്തിലെ പാമ്പ് പോലത്തെ ഒരു ഷേപ്പ് കിട്ടും. എന്നിട്ട് ഈ യെല്ലോ പൈപ്പ് ക്ലീനേഴ്സ് ഇതേപോലെ ഒന്ന് വെക്കുക. എന്നിട്ട് വേറൊരെണ്ണം ഇങ്ങനെ തന്നെ മടക്കി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുകളിലത്തെ ഭാഗം താഴത്തോട്ടൊന്ന് മടക്കുക, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കൈ കുത്തിക്കാറുള്ള ചാൻസ് കൂടുതലാണ്. എന്നിട്ട് എന്താ, നമ്മുടെ ആദ്യത്തെ ആ ക്രാഫ്റ്റിംഗ് വയറില്ലേ അതൊന്ന് മടക്കി ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. യെല്ലോ പൈപ്പ് ക്ലീനേഴ്സ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ പുറത്തോടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ രണ്ട് പെറ്റൽസും ഇങ്ങനെ അവിടെ ഇവിടെയും വെച്ചിട്ട് അതിൻ്റെ തന്നെ ഒരു പാർട്ട് എടുത്തിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മറ്റേ ഫ്ലവറിലൊക്കെ ഒട്ടിക്കുന്ന ഒരു ടേപ്പിലെ ഒരു പച്ച കളർ ടേപ്പ്, ആ സാധനം എടുത്ത് ഇങ്ങനെ ചുരുട്ടി കൊണ്ടുവരാം. ഇതില്ലാന്നുണ്ടെങ്കിൽ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് പച്ച കളർ അടിച്ചാലും മതി, സെയിം എഫക്റ്റ് തന്നെ കിട്ടും. ഞാനിപ്പോൾ ഇവിടെ 2 പൂവ് ഉണ്ടാക്കിയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഉണ്ടാക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.